റിലീസിന് മുമ്പ് തന്നെയാണ് ഞാനും പ്രിയനും കൂടെ നമുക്കൊരു പടം അപ്പം ഞാൻ അന്ന് വിശ്വസിച്ച ഒരു കാര്യം വിച്ച് ഐ തിങ്ക് പിന്നെ അത് പ്രൂവ് ചെയ്തപ്പോൾ ശരിയായി. നമ്മളൊരു സിനിമ പണ്ട് എടുത്ത് എക്സ്പെരിമെൻ്റലായിട്ട് അതിനകത്തൊരു സെറ്റ് ബാക്ക് ഒന്നും നമ്മളിത് വേണ്ടെന്ന് പറഞ്ഞു, നോക്കി ശരിയാവില്ല, അല്ലെങ്കിൽ നമ്മളിതിന് ഫിറ്റല്ല എന്നുള്ളത് മാറിപ്പോകുന്നു. അപ്പം ഇനിയിപ്പോൾ ഇറങ്ങിയ ഇപ്പം എനിക്കൊരു ഭയങ്കരമായ കോൺഫിഡൻസും വന്നു ഈ ഇൻഡസ്ട്രിയിലും ആസ് എ ബിസിനസ്സും അതിനകത്തുള്ള ഒരു റെസ്പെക്റ്റും എല്ലാം ഉണ്ട്. കാരണം ഈ ടീം MD ഹരിഹരൻ സാറ്, ഭരതൻ അപ്പുറത്ത് ഒരു പടം ചെയ്യുന്നു, ഭരതൻ മാസ്റ്ററുടെ. അപ്പോൾ പ്രിയനായിട്ടുള്ള ഡിസ്കഷനൊക്കെ ആകുമ്പോൾ ഒരു ധൈര്യമുണ്ട്, ശരി വി വിൽ ഡു കണ്ടിന്യൂസ്. ഒരു ഫിലിമല്ല, 2 ഫിലിമല്ല, 3-ാമതും 4-ാമതും പ്ലാനിലും കൊണ്ട് പോട്ടെ. ഇഫ് ഒന്നിനൊരു സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ഒരു സെറ്റ് ബാക്ക് വന്നാൽ അടുത്ത ഉണ്ടല്ലോ. കാരണം ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനി എന്ന് പറയുമ്പോൾ ഞാൻ അന്ന് മനസ്സിലാക്കി തിയേറ്ററുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു ബിസിനസ് സ്ട്രെങ്ത് വേണമെന്നുണ്ടെങ്കിൽ ബാക്കപ്പ് ഫിലിംസ് വേണം. അല്ലാതെ നമ്മൾ ഒരു പടവും കൊണ്ട് വന്ന് ഇപ്പോഴത്തെ മാർക്കറ്റ് പോലല്ല അന്ന്. ഇന്നിപ്പോൾ ഒരു വലിയ പടം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു വലിയ ബിസിനസ് ആയിരിക്കും. പക്ഷെ അന്ന് ഇത്രയും വലിയ വോളിയൂമില്ല, ഇത്രയും വലിയ ടേൺ ഓവർ എമൗണ്ട് ഇൻവോൾവ്. അപ്പോൾ ബാക്കിൽ ഫിലിംസ് ഉണ്ടെങ്കിൽ നമുക്കൊരു കണ്ടിന്യൂസ് സപ്പോർട്ടാകും, ഒരു ചാൻസ് എടുക്കാം. അങ്ങനെ ഒരു ഫുൾ ഫ്ലെഡ്ജ് എൻട്രി 1-to-1 ബാക്കപ്പ് ഫിലിംസും പ്ലാൻ ചെയ്ത് ഒരു തുടക്കം. കാതോറും റിലീസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു വലിയ സെൻസേഷണൽ സക്സസ് ആയിട്ട് വന്നില്ല. ബട്ട് ഫിലിം ഡെഫിനറ്റ്ലി ഒരു ഇൻട്രസ്റ്റിംഗ് ഫിലിമായിരുന്നു. അതിന് ഒരു നല്ല റെസ്പോൺസും ഉണ്ടായിരുന്നു. സാമ്പത്തികമായിട്ട് വലിയ ഗെയിൻ ഇല്ല, ബട്ട് ലോസും ഉണ്ടായിട്ടില്ല. അന്ന് പിന്നെ വേറെ റവന്യൂ ഒന്നുമില്ല, ഉള്ളി തിയേറ്ററിക്കൽ ബിസിനസ്. യെസ്, വാട്ട് എവർ യു മേക്ക് തിയേറ്ററിക്കൽ, ദാറ്റ് ഇസ് ഇറ്റ്. ഓവർസീസ് അന്ന് ഗൾഫ് എന്നൊക്കെ പറയുന്ന 30,000 രൂപ, 20,000 രൂപ, 40,000 രൂപയുടെ ഒരു ഡീലേ ഉള്ളൂ, വേറെ ഒരു റവന്യൂ ഇല്ല. ബട്ട് ഫിലിം ഡിഡ് ഓക്കെ. അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു 7 ആർട്സ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ലോഞ്ച് ചെയ്ത പടത്തിൻ്റെ ഒരു റെസ്പെക്റ്റബിലിറ്റിയും, പിന്നെ മമ്മൂട്ടി, സരിത, ഡയറക്ടർ ഭരതൻജി എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ടുള്ള ഒരു വെയിറ്റും അത് വളരെ സപ്പോർട്ടീവായിരുന്നു. പഞ്ചായത്തിൻ്റെ റിലീസാണ് പിന്നെ നമുക്ക് ഒരു സക്സസ് ഒരു സക്സസ് അല്ല, ഒരു സൂപ്പർ സക്സസിൻ്റെ വഴി തുറന്ന. കാരണം ആ ഫിലിമിന് കിട്ടിയ അക്സെപ്റ്റൻസ്, അതിന് കിട്ടിയ ഒരു അപ്രിസിയേഷൻ, നോ ഡൗട്ട് അതിൻ്റെ ബിസിനസ് വോളിയൂം കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് വാസ് എ ഗ്രേറ്റ് സക്സസ്. അത് നമ്മുടെ ബാനറിനെ തന്നെ 7 ആർട്സിനെ സ്ട്രെയിറ്റ് ആയിട്ട്, ഐ മീൻ കാതോരം എന്നുള്ള ഒരു ലെറ്റ്സ് എൻ ആവറേജ് സക്സസ് ആണെങ്കിൽ ഇതൊരു സൂപ്പർ ഡൂപ്പർ സക്സസും പ്ലസ് അതിന് കിട്ടിയൊരു റെക്കഗ്നിഷൻസ്. ആ ഫിലിം അന്ന് ഇന്ത്യൻ പനോരമയ്ക്ക് പോയി, എനിക്ക് അവിടെ നിന്ന് പിന്നെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ പോയി, കൊറിയൻ ഫിലിം ഫെസ്റ്റിവലിനകത്ത് അതിന് ഈ ഗീതയ്ക്ക് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് വരുന്നു, അങ്ങനെയൊക്കെ ഉള്ള റെക്കഗ്നിഷൻ വരുന്നു. അതിനെ ഫോളോ ചെയ്തിട്ട് നമ്മുടെ നഖക്ഷതങ്ങൾ റിലീസ് വരുന്നു, വിത്ത് അബ്സല്യൂട്ട്ലി ന്യൂ ഫേസസ് ആയിട്ട് വരുന്ന ആ പടത്തിന് ഭയങ്കരമായ ഒരു തിയേറ്ററിക്കൽ സക്സസ്, വ്യൂവർഷിപ്പ്, റെക്കഗ്നിഷൻ. ഓഫ്കോഴ്സ് ഇതിനകത്ത് ഞാൻ ഒരു കാര്യം വിട്ടുപോയി, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് പാരലൽ ഉണ്ടായത്. പഞ്ചാഗ്നി നഖക്ഷതങ്ങളൊക്കെ റെഡിയായി കഴിഞ്ഞിട്ട് ആ സമയത്താണ് നമ്മുടെ ഡയറക്ടർ ഹരിഹരൻജി പറഞ്ഞ സജഷൻ, മ്യൂസിക്കൊക്കെ നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം, എന്തെങ്കിലും വ്യത്യസ്തമായി. വളരെ ഒരു സാധാരണ ഇപ്പോൾ എല്ലാ സിനിമയിലും ഒരു മ്യൂസിക് ഡയറക്ടർ വരുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, ചില പാട്ടുകൾ ഓടുന്നു. അതുപോലെ എനിക്കത് ശക്തമായിട്ടൊരു നല്ല മ്യൂസിക്കൽ ഒരു ചേഞ്ച് ഉള്ള നല്ല മ്യൂസിക് വേണം. അങ്ങനെയാണ് ബോംബെ മ്യൂസിക് ഡയറക്ടർ, ആക്ച്വലി ഒറിജിനലി നൗഷാദ് ജി ആണ് കാണാൻ MD സാറും ഹരിഹരൻ സാറും ഒക്കെ സജസ്റ്റ് ചെയ്തത്. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ പോയി, കൊണ്ട് ബോംബെ പോകുന്നു. പക്ഷേ നൗഷാദ് ജിക്ക് അന്ന് ആരോഗ്യപരമായോ മറ്റെന്തോ പ്രോബ്ലം ഉള്ളതുകൊണ്ട് സൗകര്യവും, അങ്ങനെ നമ്മുടെ സോഴ്സിൽ നിന്നും അന്വേഷിച്ചപ്പോഴാണ് ബോംബെ അന്ന് രവി ശർമ്മ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തെ പറ്റി അറിയുകയും അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു റീജിയണൽ ലാംഗ്വേജിൽ വന്ന പടങ്ങൾ മ്യൂസിക് ചെയ്യുന്നതിനകത്ത് ഭയങ്കര ഒരു താല്പര്യം അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. അങ്ങനെ വന്നു അദ്ദേഹത്തിൻ്റെ, ഐ മീൻ ആ സമയത്തൊക്കെ ഞാൻ ഫുള്ളി രവി സാബിൻ്റെ മ്യൂസിക്കും കമ്പോസിഷനും കാര്യങ്ങളും, ONV സാറ് ലിറിക്സ് എഴുതുന്നു. പക്ഷെ ഒരു ടോട്ടലി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണായിരുന്നു രവി സാബ്. കാരണം MD സാറും ഹരിഹരൻ സാറും ONV സാറും ഒക്കെ ഇരുന്നിട്ട് മ്യൂസിക് ചെയ്യുമ്പോൾ ഇത് നന്നായിട്ടുണ്ടല്ലോ, ഇത് കൊള്ളാമെന്ന് പറഞ്ഞാൽ പോലും ഈ രവി സാബ് പറയും വെയിറ്റ്, ഞാൻ ഒരു
ട്യൂണുകൾ കേൾപ്പിക്കുക, ഒരു മോഡുലേഷൻ കൂടെ ഉണ്ടാകും, ഒരു നിങ്ങൾ കേട്ടിട്ട് വൈ ഡോണ്ട് വി ട്രൈ സ്റ്റിൽ ബെറ്റർ, ഇങ്ങനെ പറഞ്ഞ് ബെറ്റർ ബെറ്റർ എന്ന് പറഞ്ഞ് മാത്രം കൂടുതൽ ശ്രമിച്ച് ചെയ്ത അതിൻ്റെ റിസൾട്ടും ആ പാട്ടുകളിൽ വന്നു. ഈ സമയത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്, ഒരു കോയിൻസിഡൻസ്. നമ്മുടെ കാതോട് കാതത്തിലെ മ്യൂസിക് ചെയ്യുമ്പോൾ ഡയറക്ടർ ഭരതൻ മാസ്റ്റർ ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഒരു പുതിയ ആളിനെ വെച്ചിട്ട് ഞാനും കൂടെ ഉണ്ടാകും. അങ്ങനെയാണ് ഔസേപ്പച്ചൻ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറുടെ ഫസ്റ്റ് മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത് നമ്മുടെ കാതോട് കാതത്തിന് വേണ്ടി. ആൻഡ് ഫോർച്ചുനേറ്റ്ലി ആ മ്യൂസിക് ഓൾസോ ബിക്കെയിം വെരി ഹിറ്റ് ആൻഡ് വെരി വെരി ഈവൻ ടുഡേ. ഇൻഫാക്ട് മലയാളം ഇൻഡസ്ട്രിയിൽ എനിക്ക് തോന്നുന്നു വളരെ റെയറായിട്ടാണ് കാതോട് കാതോരത്തിലെ ഒരു സോങ് റീമിക്സ് ചെയ്ത് നമ്മുടെ ബോബൻ അഭിനയിച്ച പടത്തിൽ, പേര് ഞാൻ മറന്നുപോയി, ആ ഫിലിമിനകത്ത് റിപ്പീറ്റ് ചെയ്ത് വന്നു. അത് സൂപ്പർ ഹിറ്റായിട്ട് ആ പടവും പോകുന്നു, ആ സോങ്ങും സൂപ്പർ ഹിറ്റാവുന്നു. പിന്നെ കാതോട് കാതോരം എന്ന സിനിമയിലെ ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ട് രേഖാചിത്രം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടാകുന്നു. ആ കാതോട് കാതോരത്തിലെ റെഫറൻസാണ് ആ ഫിലിം മുഴുവൻ. പക്ഷെ അത് അന്ന് കാതോട് കാതോരത്തിന് കിട്ടിയ റെക്കഗ്നേഷൻ്റെ ഒരു 10 ഇരട്ടി റെക്കഗ്നേഷനാണ് ഇപ്പോഴത്തെ ഈ റിലീസ് വന്നപ്പോൾ ആ പടത്തിൻ്റെ വിജയത്തോടുകൂടി വന്നത്. അങ്ങനെ എല്ലാം കൂടെ ഒരു എന്താ പറയുക, ഒരു 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 കോമ്പിനേഷൻ ഓഫ് സക്സസ് ആൻഡ് ലക്കായിരുന്നു ഈ 3 പടങ്ങളും. മാത്രമല്ല അന്ന് മ്യൂസിക് കാസറ്റ്സിൻ്റെ ബിസിനസ് ഒരു ഫിലിം മ്യൂസിക്കിൽ കാസറ്റായി വരുമ്പോൾ നമ്മൾ തോംസണുമായിട്ട് സംസാരിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്ന് കാതോട് കാതോരവും പഞ്ചാഗ്നിയും നക്ഷത്രങ്ങളുടെയും സോങ്സ് മാത്രം ഉള്ള ഒരു കാസറ്റ് ലോഞ്ച് ചെയ്യുക. ആ കാസറ്റ് അന്ന് റെക്കോർഡ് ബിസിനസ്, എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ കാസറ്റ് ബിസിനസ്സുകളിൽ അത്രയും സെലക്റ്റഡ് ക്ലാസിക്കൽ ഓർ റാദർ സ്റ്റാൻഡേർഡ് ബെസ്റ്റ് മ്യൂസിക് ഉള്ള ഒരു കാസറ്റ് ഉണ്ടായിരുന്നിട്ടില്ല. ഇന്നും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. കാരണം അത്ര സെലക്റ്റഡ് എല്ലാ ഹിറ്റ് മ്യൂസിക്സ് ആ കാസറ്റ് ഒരു സെൻസേഷണൽ സക്സസ് ആയിരുന്നു. ഇത് ഓഫ് കോഴ്സ് സിനിമയുടെ ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ 3 പടങ്ങളുടെ വിജയവും അതിനോടനുബന്ധിച്ച് താളവട്ടത്തിൻ്റെ പ്രിപ്പറേഷനും നടക്കുന്നു. ഇതിനു കൂടെ പാരലായിട്ട് അപ്പോൾ ഭരതൻ മാസ്റ്റർ എന്ന് പറഞ്ഞ് എനിക്ക് ഒരു ചെറിയ പ്ലോട്ട്, ഒരു ചെറിയ പടം ഇതിനിടയ്ക്ക് ചെയ്യണം. അപ്പം ഞാൻ സത്യത്തിൽ ഇവിടെ ഓവർ കമ്മിറ്റഡ് ആയിട്ട് ഫിലിംസ് നിൽക്കുന്നതുകൊണ്ട് ഒരു പേടിയുണ്ടായിരുന്നു, ഇതിനിടയ്ക്ക് ഒരു പടവും കൂടെ വന്നു. അപ്പോൾ സെയിം സിറ്റുവേഷൻ അടുത്ത് ഭരതൻ മാസ്റ്റർ പറഞ്ഞു, വിജയകുമാർ ഒന്നും അറിയണ്ട, ഞാൻ ഇതാണ് ത്രെഡ്, ഇതുപോലെ സബ്ജക്റ്റാണ്, റഹ്മാനെയും ശോഭനയും ആയിരിക്കും അത് കാസ്റ്റ് ചെയ്യുന്നത്. ഞാൻ അവരോട് സംസാരിച്ച് കഴിഞ്ഞു. ഇതൊരു വലിയ ബഡ്ജറ്റൊന്നുമില്ല, ചെറിയ ബഡ്ജറ്റായിരിക്കും, വിജയകുമാർ ഫൈനാൻസ് അറേഞ്ച് ചെയ്തോളും, ഞാൻ തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം, അതിൻ്റെ ലൊക്കേഷൻസും കാര്യങ്ങളും നിങ്ങളൊന്നും അറിയണ്ട, ഞാൻ അങ്ങോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഭരതൻ മാസ്റ്റർ അടുത്തൊരു നോ പറയാൻ ഓഫ് കോഴ്സ് പറ്റുകയില്ല. അങ്ങനെ ഭരതൻ മാസ്റ്റർ സ്വന്തമായിട്ടത് പ്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ ആ പടം പിന്നെ നമ്മൾ ഫൈനാൻസ് ചെയ്ത് മൊത്തം എടുക്കേണ്ടി വന്നു. ആ പടവും നന്നായി പോയി. പക്ഷെ അന്നൊരു വലിയ ഹിറ്റായില്ലെങ്കിലും അതിനകത്തെ പാട്ടുകൾ ഇപ്പോഴും നല്ല രസമായ പാട്ടുകളാണ്. വളരെ ഒരു നല്ല മൂവി ആയിരുന്നു, ബട്ട് നോട്ട് ഒരു സക്സസ് ആയില്ലെന്ന് കൊമേഴ്സ്യലി. ഈ സമയത്ത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു ഉദയഭാനു അഡ്വക്കേറ്റ് പ്രൊഡ്യൂസ് ചെയ്തൊരു പടമായിരുന്നു മീനമാസത്തിലെ സൂര്യൻ എന്ന് പറഞ്ഞ പടം. ഇത് ഞാനുമായിട്ടൊരു പ്രൊഡക്ഷനൊന്നുമില്ല, ഫിലിം കോപ്പി ആയിരിക്കുകയാണ്. ലെനിൻ രാജേന്ദ്രൻ ഡയറക്റ്റ് ചെയ്ത പടമാണ്. അപ്പോൾ ലെനിൻ എന്നെ ഒരു പ്രാവശ്യം ബന്ധപ്പെട്ടു, ഇങ്ങനെ മിസ്റ്റർ ഉദയഭാനുവും ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്, ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞ് എനിക്ക് ഈ പടം ഒന്ന് റിലീസ് ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. എനിക്ക് സത്യത്തിൽ അത്രയും വലിയ ഒരു ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു എന്താ പറയുക, ഈ പടങ്ങൾക്കുണ്ടാകാവുന്ന സാധ്യതയും സാധ്യതക്കുറയും പറ്റി അത്ര ഓതൻറ്റിക്കായിട്ട് അറിയില്ലെങ്കിലും അവർ പറഞ്ഞു കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി വളരെ മനോഹരമായൊരു പടം. അന്ന് ഷാജി കരുൺ ക്യാമറ ചെയ്തിരിക്കുന്നു, വെരി ഗുഡ് ഫിലിം. അതിനകത്ത് വലിയ ആർട്ടിസ്റ്റുകളിൽ അന്ന് മുരളിയൊക്കെ അതിനകത്ത് ആദ്യമായിട്ട് വന്ന സമയങ്ങളിലാണ്. പഞ്ചാഗ്നി കഴിഞ്ഞാണല്ലോ മുരളിക്കൊരു എന്നോട് ചോദിച്ച ഒരു പോപ്പുലാരിറ്റി ആയിട്ട് ചെയ്തത്. പിന്നെ വേണു നാഗവള്ളി അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾ, വലിയ ആർട്ടിസ്റ്റുകളൊന്നുമില്ല, പക്ഷേ പടം നല്ല മനോഹരമായി എടുത്തൊരു ചില പൊളിറ്റിക്കൽ ടോണുള്ളൊരു പടമാണ്. ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്യാം, റിലീസ് ചെയ്യാം. അവർക്ക് ഫൈനാൻഷ്യൽ ആവശ്യങ്ങളൊന്നുമില്ല, പക്ഷേ ഒരു ഡീസൻറ്റ് റിലീസ് കിട്ടണം. അങ്ങനെ റിലീസ് ചെയ്ത് അതും അത്യാവശ്യം കളക്ട് ചെയ്തു. അതിൻ്റെ പ്രൊഡ്യൂസർക്ക് ഇൻവെസ്റ്റ് ചെയ്ത
പൈസ കൂടുതൽ കിട്ടുകയും ചെയ്തു, ലാഭം വരികയും ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ബിഗിനിങ് വാസ് എക്സലൻറ്റ്. ഫിലിമിൻ്റെ സക്സസ്സും ഫിലിമിൻ്റെ ഗ്ലാമറും അതിൻ്റെ പ്രസ്റ്റീജും ഒക്കെ നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് തന്നു. അപ്പോൾ പിന്നെ അങ്ങോട്ടുള്ള ഒരു ഗോയിങ് ബാക്ക് ഇല്ല. ഇനിയും ഫുള്ളി ഇൻവോൾവ് ആയിട്ട്, കാരണം പിന്നെ നമ്മുടെ എൻ്റെ ഒരു പേഴ്സണൽ ഏത് ഫീൽഡിലായാലും നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ആ ഫീൽഡിൽ കാൻ ബി ബിക്കം നമ്പർ 1, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്തുകൊണ്ട് ചെയ്തുകൂടാ. കാരണം നല്ല സിനിമകൾ ഉണ്ടാക്കുകയും നല്ല സിനിമകൾ എന്നുള്ള ഒരു റിപ്പോർട്ട് പേര് കിട്ടുന്ന ഒരു വലിയ സാറ്റിസ്ഫാക്ഷനാണ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഇറ്റ് ഇസ് വെരി ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്. പിന്നെ ഓഫ് കോഴ്സ് സാമ്പത്തികമായിട്ട് അപകടമുള്ള ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ. അത് വേൾഡ് വൈഡ് ഇറ്റ് സീംസ് സിനിമയ്ക്കൊരു ഗ്രാഫ് എപ്പോഴും ഇങ്ങനെ മേപ്പോട്ടും താഴോട്ടും പൊയ്ക്കൊണ്ടിരിക്കും. കുറച്ച് എക്സ്ട്രാ കെയർഫുള്ളായിട്ടൊക്കെ ചെയ്താൽ ആ റിസ്ക് ഏരിയ കുറച്ച് അന്ന് കുറെ കൂടെ കുറയ്ക്കാമായിരുന്നു. പക്ഷേ ഞാൻ അത് കഴിഞ്ഞ് സ്വാതി തിരുനാൾ പടം നമ്മൾ കമ്മിറ്റഡ് ആകുമ്പോൾ ലെനിൻ രാജേന്ദ്രൻ്റെ ഈ പടത്തിൻ്റെ ഒരു വിജയം കഴിഞ്ഞപ്പോൾ ലെനിൻ പറഞ്ഞ വിജയകുമാർ നമുക്ക് 7 ആർട്സിൻ്റെ പേരിൽ ഒരു പടം ചെയ്യണം മ്യൂസിക്കൽ. അപ്പോൾ ഈ സ്വാതി തിരുനാൾ എന്നുള്ള പടത്തിൻ്റെ പ്ലോട്ടും ആ മ്യൂസിക്കിൻ്റെയും ക്ലാസിക്കൽ ഡാൻസിൻ്റെയും ഒക്കെ ഒരു 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 എന്താ ഒരു വിശദീകരണമൊക്കെ കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിപ്പോയി. കാരണം ഞാൻ ബേസിക്കലി നല്ല മ്യൂസിക്കും പ്രത്യേകിച്ച് ക്ലാസിക്കൽ മ്യൂസിക്കും ക്ലാസിക്കൽ ഡാൻസും ഒക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. എനിക്കതിൻ്റെ സയൻസോ അതിൻ്റെ ബേസിക്സോ ഒന്നും വലിയ അറിവില്ല, ബട്ട് ഐ ഡു എൻജോയ്. അപ്പോൾ അങ്ങനെ ആ പ്ലോട്ട് കേട്ടപ്പോൾ സത്യത്തിൽ അങ്ങനെ പടം ചെയ്യണം. പ്രത്യേകിച്ച് സ്വാതി തിരുനാളിൻ്റെ ഒരു ഗ്രേറ്റ്നെസ്സിനെ പറ്റി ഈ സ്ക്രിപ്റ്റും കാര്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴേ എനിക്ക് ഇത്രയും ഇൻഡെപ്തായിട്ട് പിടികിട്ടത്. അല്ലെങ്കിൽ എനിക്കറിയില്ല, അത് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തെ പറ്റി, ബട്ട് ഇതെന്താണ് ഇത്രയും ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി സ്വാതി തിരുനാൾ പോലെ ഒരാൾ കേരളത്തിൽ ജീവിച്ചിരുന്നതായും അദ്ദേഹത്തിൻ്റെ 33 വയസ്സിനകത്ത് ഇത്രയും കോൺട്രിബ്യൂഷൻ ചെയ്തതായിട്ടൊക്കെ അറിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ഇത് വന്നു. അങ്ങനെയാണ് ആ സിനിമയ്ക്കകത്ത് നമ്മൾ കമ്മിറ്റഡ് ആവുന്നപ്പോൾ അതിനകത്ത് അന്ന് ലെനിൻ ആവശ്യപ്പെട്ടതാണോ, അതായത് നമുക്ക് മലയാളത്തിൽ ഇപ്പോൾ ഉള്ള പോപ്പുലർ ആർട്ടിസ്റ്റുകളല്ലാതൊരു ഫേസ് വന്നാലായിരിക്കും ആ ഒരു ഒരു ക്യാരക്ടറാണ്, രാജാവാണല്ലോ. അപ്പോൾ ആ ഒരു സംഭവം ഞാനും അതിനോട് യോജിച്ചു. അങ്ങനെ ആര് എന്നും പറഞ്ഞ് ആദ്യം നസറുദ്ദീൻ ഷാ ആകാമോ എന്നൊരു തോട്ട് പ്രോസസ്സ് ഉണ്ടായി. അത് കഴിഞ്ഞ് പലരെ ആലോചിച്ചിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സജഷൻ വന്ന് നമ്മൾ ബാംഗ്ലൂരിൽ പോയി കണ്ടു. പുള്ളി വളരെ ഇൻട്രസ്റ്റഡ് ആയി. ആ പടങ്ങൾ നടക്കുമ്പോൾ കുറേ പ്രോബ്ലംസ് ഉണ്ടായി, ഈ ആർട്ടിസ്റ്റുകളുടെയൊക്കെ അയാളുടെ നമ്മുടെ ആനന്ദനാഗിൻ്റെ പ്രോബ്ലംസ്, അത് അനദർ സ്റ്റോറി. ബട്ട് ആ ഒരു വെഞ്ചറും അതിനകത്തെ മ്യൂസിക് എന്നോട് ചോദിച്ചാൽ ഈവൻ ടുഡേ സ്വാതി തിരുനാളിലെ പാട്ടുകളും അതിനെ പിക്ചറൈസ് ചെയ്തിരിക്കുന്ന അതിൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ റിയലി ഇൻട്രസ്റ്റിംഗ് ആണ്, ഓതൻറ്റിക് ആണ്, വെരി എന്താ പറയുക ഹൈ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ആ ഫിലിം വാസ് തിയേറ്ററിക്കലി ഒരു ബിസിനസ് വൈസ് ഇറ്റ് വാസ് ഒരു സക്സസ് ആയിട്ടില്ല. അത് പല റീസൺസ് ഉണ്ട്, നമ്മളിനി അതിനെപ്പറ്റി അനലൈസ് ചെയ്തിട്ട് കാര്യമില്ല. ബട്ട് ഫിലിം ആസ് എ ഫിലിം എന്നോട് ചോദിച്ചാൽ ഇറ്റ് ഇസ് വെരി ഗുഡ്. മ്യൂസിക് വാസ് ഗുഡ്, ഡാൻസ് സീക്വൻസസ് വെരി ഗുഡ്, ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ഒരു എന്താ ഒരു ഹൈറ്റ് ഓഫ് എൻ്റർടൈൻമെൻ്റ് ഉണ്ട് അതിനകത്ത്. പക്ഷെ അതിനകത്ത് സാമ്പത്തികമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. പക്ഷെ ആ ഫിലിമിന് അവാർഡ് വന്നു, അത് പനോരമ സെലക്ഷൻ കിട്ടി, അങ്ങനെയൊക്കെ ചില അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. പഞ്ചാഗ്നിയുടെയും നക്ഷത്രങ്ങളുടെയും ഒക്കെ ഒരു സക്സസിൻ്റെ ആ മൂഡിലാണ്. അപ്പം ഓൾറെഡി ഞാനും പ്രിയനുമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഓൾറെഡി ആയിക്കഴിഞ്ഞിട്ട് പ്രിയൻ നമുക്ക് ഒരു നെക്സ്റ്റ് പടം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പ്രിയനെ സംബന്ധിച്ചിടത്തോളം ഒരു സബ്ജക്റ്റ് കണ്ടെത്തുക, ആ സബ്ജക്റ്റിൻ്റെ ഒരു മേക്കിങ്ങിലുള്ള സ്വാതന്ത്ര്യം പുള്ളിക്ക് കൊടുക്കുക, അതൊക്കെ പുള്ളിയുടെ തന്നെ ചോയ്സാണ്. അല്ല നമ്മളതിനകത്ത് ഒരു സ്ക്രിപ്റ്റിനെ പറ്റിയോ അതിൻ്റെ ഇതൊന്നും വേണ്ട. പുള്ളി തന്നെ ലൊക്കേഷൻ്റെ കാര്യങ്ങൾ, മറ്റ് ആർട്ടിസ്റ്റുകളെ ഫിക്സ് ചെയ്യുന്നത്, ഇതെല്ലാം ടോട്ടൽ തിങ് നമ്മളൊന്നും അറിയണ്ട. പ്രിയൻ എല്ലാം അങ്ങോട്ട് റെഡിയാകുന്നു. ഊട്ടിയിലെ ഒരു ലൊക്കേഷൻ പ്രിയൻ സെലക്ട് ചെയ്യുന്നു. ആ ഒരു ഹോട്ടൽ മൊത്തം നമ്മളിങ്ങോട്ട് റെൻറ്റിലെടുത്തിട്ട് അവിടെ തന്നെ താമസവും മേജറായിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ തന്നെ ലൊക്കേഷൻസും. അപ്പോൾ ഒരു നായിക അന്ന് എനിക്കൊന്ന് ജസ്റ്റ്
സബ്ജക്റ്റ് ഏതോ ഒരു പടത്തിൽ ഒന്നും കാർത്തിക മലയാളത്തിൽ ഇൻഡസ്ട്രി വന്നിരിക്കുന്നു. ആ സബ്ജക്റ്റിന് കറക്റ്റായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്. അങ്ങനെ പ്രിയൻ സബ്ജക്റ്റ് ഇന്നതാണെന്നൊക്കെ ഒരു ധാരണയായി കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു നമുക്ക് പിന്നെ എം ടി സാറുമായിട്ടൊന്ന് ചുമ്മാതെ ഒന്ന് കാണണം. ഞാൻ ചെയ്യാൻ പോകുന്ന പടത്തിനെ പറ്റി എനിക്കൊരു ജസ്റ്റ് ഒരു സബ്ജക്റ്റിനെ പറ്റി ഒന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ പ്രിയന് എം ടി സാറിനെ പറ്റി ഭയങ്കരമായ റെസ്പെക്റ്റും, പ്രിയൻ ഇൻഫാക്റ്റ് ആ ടൈം മുതൽ എം ടി സാറിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുമാണ്, എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എം ടി സാറിനെ കണ്ട് ഇങ്ങനൊരു പടത്തിനെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ നാച്ചുറലി എം ടി സാറ് നിൽക്കുന്ന ഒരു ലെവലും പ്രിയൻ തളവട്ടം ചെയ്യുന്നതിന് മുമ്പുള്ളത് എന്ന് വെച്ചാൽ പക്ക ഹ്യൂമർ, വളരെ സക്സസ്ഫുള്ളായ ഭയങ്കര ഇന്നും നമ്മളെല്ലാം ചിരിച്ചു പോകുന്ന രസകരമായ പടങ്ങളായിരുന്നു അതൊക്കെ എടുത്തിട്ട്. ആ ഓടരുതമ്മ അവളറിയാം, പിന്നെ പൂച്ചയ്ക്കൊരു മുക്കുതി, അങ്ങനെയുള്ള പടങ്ങളൊക്കെ. അപ്പോൾ പ്രിയന് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് പിന്നെ എം ടി സാറിൻ്റെ അടുത്ത് ഒരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് നമ്മൾ പോകുന്നു, സംസാരിക്കുന്നു. എം ടി സാർ ഇങ്ങനെ കംപ്ലീറ്റ് കേട്ടുകൊണ്ടിരിക്കുന്നു. ഇൻഫാക്റ്റ് താളവട്ടം എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഒരു ഹ്യൂമർ പടത്തിനുപരി ഭയങ്കരമായ എമോഷണൽ കണക്റ്റും അതിനകത്ത് നമ്മളെ സാധാരണക്കാരായാലും ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഹ്യൂമൻ റിലേഷൻഷിപ്പും അതിൻ്റെ ഡ്രാമയും ഒക്കെ ഉണ്ട് അതിനകത്ത്. അത് ഡെഫിനറ്റ്ലി മച്ച് ഡിഫറെൻറ്റ് ഫ്രം പ്രിയൻ ചെയ്ത 2 പടങ്ങളിൽ നിന്നും സബ്ജക്റ്റ്. എം ടി സാർ എല്ലാം കേട്ടു. ലാസ്റ്റിൽ നന്നായിരിക്കും, നല്ല പടമായിരിക്കും. ഒരു സജഷൻ എം ടി സാറ് പറഞ്ഞു, ലാസ്റ്റിൽ നമ്മുടെ നെടുമുടി വേണു ചെയ്ത ക്യാരക്ടറില്ലേ, അയാൾ ചോദിക്കുന്ന 2-3 ചോദ്യങ്ങളുണ്ട് ഈ നടത്തിനകത്ത്. ഈ മറ്റേ സോമൻ്റെ അടുത്ത് ചോദിക്കുന്ന ഇവനെ മരിച്ചുപോയല്ലോ, മോഹൻലാലിൻ്റെ ക്യാരക്ടർ വെജിറ്റബിളായി പോയി ആ സംഭവത്തിൽ ആ വേർഡ് എനിക്ക്, ആ ഡയലോഗ്സ് എനിക്ക് യോജിച്ചില്ല. അത് എം ടി സാറാണ് ഒരു സജഷൻ പറഞ്ഞത്. ആ ഒരു അയാളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ചോദ്യം കൂടി വന്നിട്ടില്ലെങ്കിൽ അതിനൊരു ഒരു 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 കംപ്ലീഷൻ ഇല്ലല്ലോ, അത് ഒരു അബ്രപ്റ്റ് ആവുന്നെന്ന് തോന്നിയിട്ട് അപ്പോൾ പ്രിയന് പിടികിട്ടി. ടക്കെന്ന് പ്രിയൻ ആ സംഭവം കൊണ്ട് എടുത്തു. അങ്ങനെ എനിക്ക് തോന്നുന്നു എം ടി സാറുമായിട്ടുള്ള മീറ്റിങ്ങിൽ എല്ലാം നന്നായിരിക്കുന്നു, നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ഇങ്ങനൊരു സജഷൻ മാത്രം ഇട്ടു, അത് പ്രിയൻ എടുക്കുകയും ചെയ്തു. പിന്നെ ആ പടത്തിൻ്റെ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് ഈ പടമൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു പിക്നിക് പോലെയാണ്, അല്ലാതെ ഒരു ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് മറ്റേ വണ്ടി ഇങ്ങനെ ഒന്നുമില്ലെന്ന്. എല്ലാം താമസവും ലൊക്കേഷനും ഷൂട്ടിങ്ങും ടൈമും എം ജി സോമനും ഒക്കെയാണ് എല്ലാവരും നടന്ന്. നമ്മളൊന്നും പിന്നെ പ്രൊഡ്യൂസർക്ക് അവിടെ വേണ്ട എക്സ്പെൻസസും കാര്യങ്ങളും സാമ്പത്തിക കാര്യങ്ങൾ ജസ്റ്റ് അറേഞ്ച് ചെയ്യണം എന്നുള്ളതല്ലാതെ ഒരു ടെൻഷനും ഇല്ല. പടം വരുന്നു. ആ പടത്തിൻ്റെ റിലീസ് എന്നോട് ചോദിച്ചാൽ റിലീസിന് മുമ്പ് അന്നൊക്കെ മദ്രാസിൽ പ്രൊജക്ഷൻ ഇടും. ഒരു നമ്മുടെ വേണ്ടപ്പെട്ട ഫിലിമിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഒന്ന് കാണും. ആ പ്രൊജക്ഷൻ ഇട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു അന്ന് വന്ന സിനിമയിലെല്ലാത്തവരും ഷോക്ക്ഡായിപ്പോയ ഒരു പടമായിരുന്നു. കാരണം ഇത്ര ഒരു സബ്ജക്റ്റ് വൈസ് ഉള്ള സ്ട്രെങ്തും പിന്നെ പ്രിയൻ്റേതായിട്ടുള്ള ഒരു മേക്കിംഗ് സ്റ്റൈലും അത്യാവശ്യം ഹ്യൂമർ ഉള്ള ക്യാരക്ടേഴ്സിനെ വളരെ ഗംഭീരമായിട്ട് സോമൻ ആൻഡ് ജഗതിയായിട്ടൊക്കെയുള്ള സീക്വൻസൊക്കെ ചിരിച്ച് ഇന്നും നമ്മൾ കണ്ടാൽ വീണ്ടും തിരിച്ചിരിച്ചു പോകുന്ന പടങ്ങളാണ്. അപ്പോൾ അങ്ങനെ പടം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ റീമേക്ക് റൈറ്റ്സിന് അപ്പോൾ പ്രിവ്യൂ കണ്ടിട്ട് വന്നിട്ട് അന്ന് സാജനാണ് ആദ്യം വരുന്നത്. സാജൻ വന്നിട്ട് എനിക്കിതിന് തമിഴും മറ്റു റൈറ്റ്സും ഒക്കെ എനിക്ക് വേണം. അങ്ങനെ ഐ വി ശശി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒക്കെ ഈ പടം പ്രൊജക്ഷൻ കണ്ടു കഴിഞ്ഞിട്ട് പ്രിയനോട് പറഞ്ഞു, ഇങ്ങനൊരു പടം മലയാളത്തിൽ നിൻ്റെ അടുത്ത് വന്ന് ഭയങ്കരമായിരിക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പക്ഷെ അത് റിലീസായപ്പോഴും അതുപോലെ ഭയങ്കര എന്തായാലും പറയുക, അന്നൊരു റെവല്യൂഷണറി സക്സസ് ആയിരുന്നു ആ പടം. ഇൻഫാക്ട് അതിൻ്റെ പ്രൊജക്ഷൻ സവിത തിയേറ്ററിൽ അതിൻ്റെ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി ബോധം കിട്ടി വീണു ആക്ച്വലി. കാരണം ഈ മോഹൻലാൽ വെജിറ്റബിളായി പോകുന്ന കണ്ടിട്ട് അത് സഹിക്കാൻ വയ്യാഞ്ഞിട്ട്. അങ്ങനെ എന്നോട് ചോദിച്ചാൽ അന്ന് കൊമേഴ്സ്യലി ഭയങ്കര സക്സസും, ബട്ട് അതേ സമയത്ത് ഒരു സ്ട്രോങ് തിമാറ്റിക്കലി ഒരു 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 ഗ്രിപ്പും ഉള്ള ഒരു ഫിലിമായിട്ട് മാറിയ ഒരു ഫിലിമാണ് താളവട്ടം. അത് മറ്റ് ലാംഗ്വേജിലെല്ലാം റീമേക്ക് ചെയ്തു, എനിക്ക് ഹിറ്റായിട്ടുണ്ട് അതിൻ്റെ. കാരണം അതൊരു അത്ര നല്ല പ്ലോട്ടാണ്. അത് ആക്ച്വലി പ്രിയൻ ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് വൺ ഫ്ലൂ ഓഫ് ദ കുക്കൂസ് നെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് ഫിലിമിൻ്റെ
അതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ പലരും പറയും ഈ മലയാളം വെർഷൻ ഓഫ് താളവട്ടം കണ്ടാൽ വീണ്ടും അത് വേണേ റീമേക്കിന് സാഹിബ് ഹോളിവുഡ് തന്നെ വേണേ എടുത്തേക്കാം. കാരണം ഇറ്റ് ഹാസ് മോർ കണക്ട്. ഒരു റിലേഷൻഷിപ്പും അതിൻ്റെ ഡ്രാമയും അതിനകത്തുള്ള യുനോ ഓൾ പുട്ട് ടുഗദർ ഇറ്റ് ഇസ് എ ഭയങ്കര സബ്ജക്റ്റ് അത്. ആ സമയത്താണ് നമ്മുടെ ഡയറക്ടർ മോഹൻ ചെയ്ത 2 പടങ്ങൾ ഞാൻ അന്ന് കമ്മിറ്റ് ചെയ്തു. ഒന്ന് തീർത്ഥം, രണ്ടാമത്തെ ശ്രുതി. അപ്പോൾ ഈ തീർത്ഥത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് നെടുമുടി വേണുചേട്ടൻ. അപ്പം വേണുചേട്ടൻ നമ്മളുമായിട്ട് വലിയ അടുപ്പമായിരുന്നു. എല്ലാ പടത്തിലും ഉണ്ടായിരുന്നു. നമ്മുടെ പിന്നെ കാതോരത്തിലുണ്ട്, പഞ്ചാഗ്നിയിലുണ്ട്, പിന്നെ താളവട്ടത്തിൽ ആണ് നല്ല. പിന്നെ ആസ് യൂഷ്വൽ വേണുചേട്ടൻ എല്ലാവരുമായിട്ടും വളരെ ഫ്രണ്ട്ലിയും വളരെ. അപ്പോൾ വേണുചേട്ടൻ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നൊരു പടമാണ് ഈ തീർത്ഥം. അത് ഷൂട്ടിങ് തുടങ്ങാൻ പോകുന്നു ഏതോ സാഹചര്യമാണ്. അപ്പോൾ ഇതിനൊരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു, ട്രിവാൻഡ്രത്തുകാരൻ ഒരാളായിരുന്നു. അയാൾ പറഞ്ഞ സമയത്ത് കാര്യങ്ങളൊന്നും നടന്നില്ല. റെക്കോർഡിങ്ങും ഒക്കെ കഴിഞ്ഞു, പടം ഷൂട്ടിങ് തുടങ്ങാൻ പോകുന്നതിൻ്റെ പ്രോബ്ലവും ടെൻഷനും ഒക്കെയാണ്. അത് നമ്മളൊന്ന് ടേക്ക് ഓവർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞൊരു റിക്വസ്റ്റ് വന്നു. അപ്പം എൻ്റെ ബ്രദർ ജയനും ഒക്കെ ഈ മോഹൻ ഡയറക്ടറെ പറ്റി നല്ല അഭിപ്രായം. ഞാൻ അദ്ദേഹത്തിനൊന്നും അധികം പടങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. എനിക്ക് അത്രയും വലിയൊരു ഫെമിലിയാരിറ്റി ഇല്ലായിരുന്നു അന്ന് മോഹനോട്. പക്ഷേ ആ പടം നമ്മളങ്ങനെ ചെയ്യാം, ടേക്ക് ഓവർ ചെയ്യാം. അപ്പോൾ അതിനകത്തൊരു ഹീറോയിൻ വേണം. അത് ഇവിടെ ഉള്ള ഒരു പല ഡയറക്ടർമാരും നമ്മളുടെ വരുമ്പോൾ കാസ്റ്റിങ്ങിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും പുതിയ ആൾക്കാർ വരണം, അല്ലെങ്കിൽ വെളിയിൽ നിന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ട ഫേസ് വേണം എന്നൊക്കെ പറയാറുണ്ട്. ചിലതൊക്കെ നമുക്ക് പറ്റും. അങ്ങനെ അന്ന് ബോംബെയിൽ നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ളതുകൊണ്ട് കോണ്ടാക്ട് ചെയ്തിട്ടാണ് ഈ പല്ലവി ജോഷി അതിനകത്തെ ഹീറോയിൻ ക്യാരക്ടറായിട്ട് വരുന്നു. സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷേ അതിൻ്റെ ഒരു തിയേറ്ററിക്കൽ സൈഡിൽ അതിൻ്റെ ബിസിനസ് വൈസ് ഇറ്റ് വാസ് വെരി വീക്ക്. നമുക്ക് റിക്കവറി വാസ് വെരി ലോ, ഒന്നും ഇല്ല. പിന്നെ അതിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അന്ന് സെക്കൻഡ് ബെസ്റ്റ് ഫിലിമായിട്ടുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അതേ സമയത്താണ് ഇതുപോലെ സെയിം പ്രോബ്ലം വേണുചേട്ടൻ ചെയ്തുകൊണ്ടിരുന്നൊരു പടമാണ് ശ്രുതി. അതിൻ്റെ പ്രൊഡ്യൂസറും ഒരു ശിവൻ കുന്നപ്പള്ളി എന്ന് പറഞ്ഞ, എൻ്റെ ഓർമ്മ ശരിയാണ്, ശിവൻ കുന്നപ്പള്ളിക്ക് ഇതുപോലെ പ്രോബ്ലം ഉണ്ടായി. പടം കംപ്ലീറ്റ് ആകാതെ വന്ന് അതിനെ നമ്മൾ ഹെൽപ്പ് ചെയ്ത്. ഐ മീൻ അന്ന് 7 ആർട്സിൻ്റെ പേരിൽ നമ്മൾ റിലീസ് ചെയ്ത പടങ്ങളൊക്കെ സക്സസ് ആയിട്ട് കൂടുതൽ മോർ സക്സസ് ഉള്ള പടങ്ങൾ നിൽക്കുമ്പോൾ പലരുടെയും ഒരാവശ്യം ഇതൊന്ന് റിലീസ് ചെയ്ത് നിങ്ങൾക്കൂടെ റിലീസ് ചെയ്താൽ ഇത് കുറച്ചുകൂടെ സേഫ് ആവും. അതല്ല ചിലപ്പം വേറെ ഒരു വീക്കായിട്ടുള്ള റിലീസ് ആയെങ്കിൽ ഉള്ള സാധ്യതകൾ കളക്ഷൻ കിട്ടില്ല എന്നുള്ളതുകൊണ്ടായിരിക്കും നമ്മൾ കൂടുതൽ പ്രഷർ വരും. അപ്പോൾ ചില സമയത്തൊക്കെ ബിസിനസ്സിനുപരി നമ്മൾ ഫ്രണ്ട്ഷിപ്പിലും മറ്റ് ആർട്ടിസ്റ്റുകളുടെ പ്രഷറിലും ഒക്കെ നമ്മൾ ഒബ്ലൈജ് ചെയ്യേണ്ടി വരും. അതിനകത്ത് സാമ്പത്തിക ലോസുകളും വരാം. പക്ഷേ നമുക്കുള്ള ഗെയിനും ഈ ആർട്ടിസ്റ്റുകളോ അല്ലെ അതുപോലുള്ള ടെക്നീഷ്യൻസുമായിട്ടുള്ള ബന്ധങ്ങളും സ്നേഹങ്ങളും കൊണ്ടുണ്ടായ പ്രോജക്റ്റുകളാണല്ലോ സക്സസും വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വരുന്ന സാഹചര്യത്തിൽ ശരിയോ തെറ്റോ ഒന്നും പറയാൻ പറ്റത്തില്ല. ബട്ട് സംടൈംസ് നമ്മളതിനകത്ത് പെടും. അങ്ങനെ അങ്ങോട്ട് പോകും ഇൻഡസ്ട്രി.